മാറുന്ന സ്ത്രീത്വത്തിന് മാറ്റത്തിന്റെ പുത്തൻ കാഴ്ചകളുമായി എത്തുന്ന ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വപ്രയത്നത്താൽ സമസ്ത മേഖലകളിലും വിജയം കൈവരിച്ച സ്ത്രീ മനസ്സുകളെ കാട്ടിത്തരുന്നു സ്മാർട്ട് ലേഡി. നമസ്കാരം, ഞാൻ വേദ പ്രകാശ്, 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഞാനൊരു ഗസൽ സൂഫി സിംഗറാണ്. ഞാൻ ചെറുപ്പം തൊട്ട് തന്നെ പാടി വരും. എൻ്റെ അമ്മ ജിത പ്രകാശ്, അച്ഛൻ പ്രകാശ് ഉല്ലേരി, രണ്ടുപേരും മ്യൂസീഷ്യൻസാണ്. അവർ തന്നെയാണ് എൻ്റെ ഗുരുക്കന്മാർ. ഞാൻ വളരെ കുറച്ച് കാലം ഫയാസ് ഖാൻ സാറുടെ അടുത്ത് ഹിന്ദുസ്ഥാനി പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കൂടുതലായിട്ട് ഗസൽസ് നെറ്റിൽ നിന്ന് കേട്ട് പഠിക്കുക തന്നെയാണ് ചെയ്യാറുള്ളത്. അത് എൻ്റെ അമ്മയച്ഛനും എന്നെ ഗൈഡ് ചെയ്യും, മിസ്റ്റേക്സൊക്കെ കറക്റ്റ് ചെയ്ത് തരും. ഞാൻ UKG തൊട്ട് തന്നെ എൻ്റെ കോൺസേർട്സ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് 2 വയസ്സാകുമ്പോൾ എസ് ജാനകി അമ്മയാണ് എൻ്റെ കയ്യിൽ ആദ്യമായിട്ട് മൈക്ക് തന്നത്. അങ്ങനെയാണ് എൻ്റെ സ്റ്റാർട്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ പത്മശ്രീ ഹരിഹരൻ സാറുടെ കൂടെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി. സാറ് വീട്ടിൽ വന്നപ്പോൾ ഞാനൊരു ഭജൻ പാടി കേൾപ്പിച്ചപ്പോൾ സാർ അങ്ങനെ എന്നെ സ്റ്റേജിൽ കയറ്റി പാടിക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ ഹരിജി, ശങ്കർ മഹാദേവൻ സാർ, പുർബയാൻ ചാറ്റർജി, ഗിരിധർ ഉഡ്പെ, അങ്ങനെ കുറേ വലിയ വലിയ മ്യൂസീഷ്യൻസിനോട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ ഫ്യൂഷൻസിന് ഞാൻ സൂഫി സോങ്സ് പാടാറുണ്ട്. പിന്നെ ഞാൻ ദുബായ്, ബഹ്റൈൻ, ദോഹ അങ്ങനെ കുറേ സ്ഥലത്ത് എനിക്ക് ഇന്ത്യക്ക് പുറത്തായിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി. ഇനി ഞാൻ ഈ വരുന്ന മെയിൽ ഞാൻ KS ചിത്ര ആൻ്റിയുടെ കൂടെ മലേഷ്യയിൽ ഒരു ഷോ ചെയ്യുന്നുണ്ട്. ഞാൻ മെയിൻലി ഗസൽസ് മെഹദി ഹസൻ സാബ്, ഗുലാം അലി സാബ്, നുസ്രത് ഫത്തേ അലി ഖാൻ, വാദാലി ബ്രദേഴ്സ്, ഹരിജി, ബേഗം അക്തർ, ഫരീദ ഖാനും, മധുറാണി, അങ്ങനെ എല്ലാവരെയാണ് മെയിൻലി ഫോക്കസ് ചെയ്ത് കേൾക്കാറുള്ളത്. പിന്നെ എൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത് മ്യൂസിക് കേൾക്കൽ തന്നെയാണ്. എനിക്ക് വെസ്റ്റേൺ മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അത് കൂടുതൽ കേൾക്കാറുണ്ട്. ഞാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി അങ്കിളിൻ്റെ കൂടെ, രാജേഷ് വൈദ്യസ് അങ്കിളിൻ്റെ കൂടെ, എല്ലാവരും കൂടെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ ലാസ്റ്റ് വീക്ക് ഇവിടെ ശിവമണി അങ്കിൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്കിൾക്ക് ഞാൻ എപ്പോഴും പാടി കേൾപ്പിക്കാറുണ്ട്. അങ്കിൾ എനിക്ക് എന്നിട്ട് പാടുമ്പോൾ എനിക്ക് കറക്റ്റ് ചെയ്ത് തരും. പിന്നെ റൂണ ആൻറ്റി, അച്ഛൻ ഹരിജിയുടെ സ്ഥിരം കീബോർഡ് പ്ലെയർ ആണ്. അപ്പോൾ എനിക്ക് ഗസൽസിൻ്റെ ഡൗട്ടൊക്കെ ഉണ്ടാകുമ്പോൾ എപ്പോഴും ഹരിജിയാണ് എനിക്ക് ക്ലിയർ ചെയ്ത് തരാറുള്ളത്. പിന്നെ ശിവമണി ഞങ്ങളുടെ വൈഫ് റൂണ ആൻറ്റി എനിക്ക് എപ്പോഴും എന്താ പറയുക, എൻ്റെ ഡൗട്ട്സ് എല്ലാം എനിക്ക് ക്ലിയർ ചെയ്ത് തരാറുണ്ട്. പിന്നെ വീട്ടിലും എപ്പോഴും ഗസൽ മ്യൂസിക് വെക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം കേട്ടിട്ടാണ് എനിക്ക് ഗസൽസിലേക്കും സൂഫീസിലേക്കും അങ്ങോട്ട് ആ ഒരു സ്റ്റൈൽ ഓഫ് സിംഗിങ്ങിലേക്ക് എനിക്കൊരു ഇൻട്രസ്റ്റ് വന്നത്. പിന്നെ എൻ്റെ വോയിസും ഫിലിം സോങ്സിനെക്കാട്ടിലും ഇങ്ങനെ ഗസൽസും സൂഫീസിലേക്കും ആണ് കൂടുതൽ ആപ്റ്റ് ആയിരിക്കുന്നത്. പിന്നെ എൻ്റെ കോൺസേർട്സിന് എനിക്ക് ചേരണ പോലത്തെ ഫിലിം സോങ്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ബാബുരാജൻ സാറുടെ ഒക്കെ ഞാൻ ചില പാട്ടുകളൊക്കെ പാടാറുണ്ട്. രാജേഷ് വൈദ്യ സാറുടെ കൂടെയും പുർബയാൻ ചാറ്റർജി സാറുടെ കൂടെയും പിന്നെ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഞങ്ങളുടെ കൂടെയൊക്കെ പെർഫോം ചെയ്യുമ്പോൾ എനിക്ക് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടാവാറുള്ളത്. അവരുടെ കൂടെയൊക്കെ പാടുമ്പോൾ ഒരു ഭയങ്കര എനർജി കിട്ടും. പിന്നെ ഗസൽസിലും സൂഫീസിലും കൂടുതൽ ഇംപ്രവൈസ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ചാൻസസ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ അതിലോട്ട് ഇൻട്രസ്റ്റ് ഉള്ളത്. പിന്നെ ഞാൻ ഗസൽസും സൂഫീസും അല്ലാണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ഠുമരീസും രാജസ്ഥാനി ഫോക്സ്, പഞ്ചാബി ഫോക്സ് അങ്ങനത്തെ സോങ്സും ഞാൻ പാടാറുണ്ട്. എനിക്ക് ഏത് മ്യൂസിക്കിനോടാണോ താല്പര്യം, അതിപ്പോൾ ഗസലായാലും സൂഫീസായാലും എൻ്റെ പേരൻസ് എനിക്ക് ഫുൾ സപ്പോർട്ട് തരാറുണ്ട്. സാധാരണ ഞാൻ കുറച്ച് കോമ്പറ്റീഷൻസിന് പങ്കെടുക്കാറുള്ളൂ. എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അധികം പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല. പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം സ്റ്റേറ്റിൽ ഞാൻ ലൈറ്റ് മ്യൂസിക്കിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അത് പാലക്കാടിൻ്റെ മുൻ കളക്ടർ, ഇപ്പോഴത്തെ DPI KV മോഹൻകുമാർ അങ്കിള് എഴുതി തന്ന് എൻ്റെ അച്ഛൻ കമ്പോസ് ചെയ്ത ഒരു പാട്ടിനാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയത്. 41 ദിവസത്തെ ഒരു മ്യൂസിക് ഫെസ്റ്റ്, സംഗീതത്തിൻ്റെ മണ്ഡലകാലം എന്ന് പറയുന്ന തുരീയം ഫെസ്റ്റിൽ എനിക്ക് ഒരു ഷോ ചെയ്യാൻ പറ്റി. അവിടെ ബാലമുരളി കൃഷ്ണ സാറ്, ചൗരസ്യ സാർ, സക്കീർ ഹുസൈൻ, അങ്ങനത്തെ ലോകത്തിലെ തന്നെ
പ്രഗത്ഭരാണ് അവിടെ പെർഫോം ചെയ്യാൻ പറ്റുന്നത്. അവിടെ എനിക്കൊരു കോൺസെർട്ട് ചെയ്യാൻ പറ്റിയത് എനിക്ക് ഇതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ അത് കൂടാതെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു ഫെസ്റ്റായ മേള എന്നുള്ളൊരു ഫെസ്റ്റിൽ എനിക്ക് കോൺസെർട്ട് ചെയ്യാൻ പറ്റി. അതുപോലെ സൂര്യ ഫെസ്റ്റിവൽ, സ്വരലയ അങ്ങനെ ഉള്ള ഫെസ്റ്റിൽ എനിക്ക് കോൺസേർട്ട്സ് ചെയ്യാൻ പറ്റി. ഹരിജിയുടെ കൂടെയുള്ള സ്റ്റേജിലത്തെ അനുഭവങ്ങൾ എനിക്ക് ഒരിക്കലും പറഞ്ഞാൽ മതിയാവില്ല. ഞാൻ എപ്പോഴും പാടുമ്പോൾ എൻ്റെ ഒപ്പം സ്റ്റേജിലിരുന്ന് അത്രയും വാത്സല്യത്തോടുകൂടെ എനിക്ക് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഒരിക്കൽ വീട്ടിൽ മാൻഡ്ലിൻ ശ്രീനിവാസ സാറ് വന്നപ്പോൾ ഞാൻ പാടിക്കൊടുത്തപ്പോൾ സാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ല അഭിപ്രായം പറഞ്ഞു. അത് എനിക്ക് കിട്ടുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. എനിക്ക് ഹിന്ദുസ്ഥാനി കൂടുതൽ നല്ല എന്താ പറയുക ഡീപ്പായി നല്ല ഡെപ്തിൽ എനിക്ക് പഠിക്കണം എന്നല്ല ആഗ്രഹമുണ്ട്. പിന്നെ എനിക്ക് നല്ലൊരു ലൈവ് സ്റ്റേജ് സിംഗർ ആവണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ എൻ്റെ അച്ഛൻ ഇപ്പോൾ എൻ്റെ ഒരു ഗസൽ സൂഫി ആൽബം പ്ലാൻ ചെയ്യുന്നുണ്ട്.